വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം. അധ്യായം 9, 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസത്തെക്കുറിച്ച് തർക്കം. യോഹന്നാന്റെ ശിഷ്യന്മാർ യേശുവിന്റെ അടുത്തു വന്ന് ചോദിച്ചു, ഞങ്ങളും ഫരിസേയരും ഉപവസിക്കുകയും നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അവൻ അവരോട് പറഞ്ഞു, മണവാളൻ കൂടെയുള്ളപ്പോൾ മണവറത്തോഴർക്ക് ദുഃഖമാചരിക്കാനാവും. മണവാളൻ അവരിൽ നിന്ന് അകറ്റപ്പെടുന്ന ദിവസങ്ങൾ വരും. അപ്പോൾ അവർ ഉപവസിക്കും. ആരും പഴയ വസ്ത്രത്തിൽ പുതിയ തുണിക്കഷ്ടം തുന്നിപ്പിടിപ്പിക്കാറില്ല. അങ്ങനെ ചെയ്താൽ തയ്ച്ചു ചേർത്ത തുണിക്കഷ്ണം വസ്ത്രത്തിൽ നിന്ന് കീറിപ്പോരുകയും കീറൽ വലുതാവുകയും ചെയ്യും. ആരും പുതിയ വീന് പഴയ തോൽക്കുടങ്ങളിൽ ഒഴിച്ചു വെക്കാറില്ല. അങ്ങനെ ചെയ്താൽ തോൽക്കുടങ്ങൾ പൊട്ടി വീന് ഒഴുകിപ്പോവുകയും കുടങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്യും. അതിനാൽ പുതിയ വീന് പുതിയ തോൽക്കുടങ്ങളിലാണ് ഒഴിച്ചുവെക്കുക. അപ്പോൾ രണ്ടും ഭദ്രമായിരിക്കും. ആത്മീയതയിലും പാലിക്കേണ്ട ഔചിത്യബോധം. താപസവര്യനും ഋഷ്യതുല്യനുമായ യോഹന്നാൻ മാംധാനയുടെ ശിഷ്യന്മാർക്ക് ഒരവസരത്തിൽ ഉണ്ടായ സംശയ നിവാരണത്തിനു വേണ്ടി യേശുവിനെ സമീപിച്ചതിന്റെ വിവരണമാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രമേയം. അവർ അല്പം പരിഭവത്തിൽ ചാലിച്ചുകൊണ്ടുള്ള അവരുടേതായിട്ടുള്ള സംശയം യേശുവിനോട് ചോദിക്കുകയാണ്. യോഹന്നാന്റെ ശിഷ്യന്മാരായ തങ്ങളും ഫരിസേയ സമൂഹത്തിൽപ്പെട്ട എല്ലാവരും തന്നെ അനുഷ്ഠാനപരമായിട്ടുള്ള ഉപവാസം നടത്തുന്നവരാണ്. എന്തുകൊണ്ടാണ് അങ്ങയുടെ ശിഷ്യന്മാർ ഉപവസിക്കാതിരിക്കുന്നത്? ഇതായിരുന്നു അവരുടെ സംശയം. യേശു അതിന് നൽകുന്ന ഉത്തരം വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. യേശു ഒരു കല്യാണ വിരുന്നിന്റെ പശ്ചാത്തലത്തിലാണ് അതിന് ഉത്തരം നൽകുന്നതായിട്ട് നാം കാണുക. യേശു പറയുന്നു, കല്യാണ വിരുന്നിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വ്യക്തി മണവാളനാണ്. തുടർന്ന് പറയുകയാണ്, ആ മണവാളന്റെ സ്ഥാനമാണ് തനിക്കുള്ളത്. തന്റെ ശിഷ്യന്മാരുടെ സ്ഥാനം മണവറ തോഴന്മാരുടെ സ്ഥാനവുമാണ്. മണവാളന്റെ സാന്നിധ്യത്തിൽ മണവറ തോഴരെ ഉപവസിക്കാനുള്ള സമയം അല്ല, മണവാളന്റെ സന്തോഷത്തിൽ പങ്കുചേരാനുള്ള ഒരവസരമാണ്. എന്നാൽ മണവാളൻ അവരിൽ നിന്ന് എടുക്കപ്പെടുന്ന സമയം വരും. യേശു ഒരുപക്ഷെ തന്റെ കുരിശുമരണത്തെ സംബന്ധിച്ചുള്ള സൂചനയായിരിക്കാം അവിടെ നൽകുന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. അങ്ങനെ മണവാളൻ മണവറ തോഴരിൽ നിന്ന് എടുക്കപ്പെടുമ്പോ മണവറ തോഴരെ ഉപവസിക്കും. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പോൾ ചെയ്യും. മണവാളന്റെ സാന്നിധ്യത്തിൽ ദുഃഖസൂചനയും പ്രായശ്ചിത്തവും അനുഷ്ഠിക്കേണ്ട സമയമല്ല. തുടർന്ന് പറയുന്നു, ഓരോന്നിനും ഉചിതമായ രീതികളും ഉചിതമായിട്ടുള്ള സമയങ്ങളും ഉചിതമായിട്ടുള്ള വിധങ്ങളുമുണ്ട്. അവയ്ക്ക് ഉചിതമായിട്ടുള്ള രീതിയിൽ നിർവഹിക്കപ്പെടുമ്പോഴേ വിശുദ്ധിയുടെ പ്രകാശനം അതിൽ നിഴലിക്കാൻ ഇടവരികയുള്ളൂ. അല്പം കൂടി വിശദമാക്കുന്നതിന് വേണ്ടി കൂടെ യേശു 2 ചെറിയ അന്യോപദേശ കഥകളും കൂടെ ഉൾപ്പെടുത്തുകയാണ് ഉത്തരത്തില്. അതിലൊന്നാമത്തേത്, പഴയ വസ്ത്രത്തിൽ കീറിയ ഭാഗം തുന്നിച്ചേർക്കുന്നതിന് വേണ്ടി പുതിയ തുണി ആരും കൂട്ടിച്ചേർക്കാറില്ല. പഴയ വസ്ത്രത്തിൽ പുതിയ തുണി തുന്നിപ്പിടിപ്പിക്കുമ്പോ അത് ഭദ്രമാകില്ല. വീണ്ടും ആ കീറല് വലുതാകാനേ ഇടവരുള്ളൂ. വിവേകവും ബുദ്ധിയുള്ള മനുഷ്യൻ പഴയ തുണിയിൽ കീറൽ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നികത്താൻ പഴയ തുണി തന്നെ ഉപയോഗിക്കുകയാണ് ചെയ്യുക. അവിടെ പുതിയ തുണി കൊണ്ടുവന്നാൽ ബുദ്ധിമോശമാണ്. രണ്ടാമത്തെ അന്യോപദേശം, പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളിൽ ആരും ശേഖരിച്ചു വെക്കാറില്ല. ആരെങ്കിലും അതിന് മുതിർന്നാൽ അത് വിഡ്ഢിത്തരവും പോഷത്തരവുമാണ് എന്നാണ് അതിന്റെ നിഗമനം. കാരണം പഴയ വീഞ്ഞ് പുതിയ തോൽക്കുടങ്ങളെ ഭേദിച്ച് അത് നുരഞ്ഞു പൊങ്ങി വീഞ്ഞും നഷ്ടമാകും, തോൽക്കുടങ്ങളും നഷ്ടമാകും. പുതിയ വീഞ്ഞിന് പുതിയ തോൽക്കുടങ്ങളും പഴയ വീഞ്ഞിന് പഴയ തോൽക്കുടങ്ങളുമാണ്
വിവേകപൂർവം ജീവിക്കുന്ന ആളുകള് ഉപയോഗിക്കാൻ ഇടവരിക. അങ്ങനെ വരുമ്പോൾ വീഞ്ഞും തോൽക്കുടങ്ങളും ഭദ്രമായിരിക്കും. യേശു ഇവിടെ ഉന്നം വെക്കുന്നത് ഓരോന്നും അത് എത്ര വിശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, എത്രയോ നല്ല കാര്യങ്ങളായാൽ തന്നെ അത് നോമ്പാകാം, ഉപവാസമാകാം, മറ്റ് ഏത് പുണ്യകൃത്യങ്ങളുമാകാം, ഓരോന്നിന്റെയും ഔചിത്യബോധത്തിനനുസരിച്ച് സമയത്തിനും അതിന്റെ വിധവും നോക്കിക്കൊണ്ട് അത് നിർവഹിക്കാൻ ഇടവരുന്നില്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ഒരു ഫലമല്ല അതിൽ നിന്നുണ്ടാകാൻ ഇടവരിക. അതുകൊണ്ട് മനുഷ്യനെ ആത്മീയ കാര്യങ്ങളിൽ പോലും വിവേകപൂർവം പെരുമാറുക എന്നുള്ളതാണ് കൂടുതൽ യുക്തിഭദ്രമായിട്ടുള്ളത് എന്ന നിലയിലാണ് യേശു അവരോട് നൽകിയ ഉത്തരത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്. ജീവിതത്തിൽ എല്ലാവർക്കും തന്നെ പാലിക്കാൻ ഇടവരേണ്ട നിത്യസനാതനമായ ചില സത്യങ്ങളുടെ അംശങ്ങൾ ഇതിൽ യേശു ഒളിച്ചുവച്ചിട്ടുള്ളത് നാം മനസ്സിലാക്കിയെടുക്കേണ്ടതുണ്ട്.